ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. കട്ടിളപ്പാളി, ദ്വാരപാലകപാളി കേസുകളിലെ ജാമ്യ ഹർജികളിൽ ഒരുമിച്ചാണ് വിധി പറയുക. ആചാരപരമായ കാര്യങ്ങളിൽ അല്ലാതെ മറ്റൊന്നിലും തന്ത്രി ഇടപെട്ടിട്ടില്ല എന്നതാണ് പ്രതിഭാഗം വാദം. തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിലെ ഇ ഡി അന്വേഷണവും തുടരുന്നു. ഇന്നലെ നടൻ ജയറാമിനെയും ഇടനിലക്കാരൻ കൽപേഷിനെയും ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇരുവരുടെയും മൊഴികൾ വിശദമായി പരിശോധിക്കുകയാണ് ഇ ഡി. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനാണ് തീരുമാനം. ടി വി പ്രസാദും ഒപ്പം ആദിൽ പാലോടും ചേരുന്നു വിശദാംശങ്ങൾ നൽകാൻ. ടി വി പ്രസാദിലേക്ക് ആദ്യം. ഗുഡ് മോർണിംഗ് പ്രസാദ്. ഈ കേസിൽ ഒരുപക്ഷെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു അറസ്റ്റ് ഉണ്ടായത് തന്ത്രിയുടേതായിരിക്കും. തന്ത്രി ഇന്നിപ്പോൾ ജാമ്യ ഹർജി സമർപ്പിക്കുമ്പോൾ അറിയാം, SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങളുണ്ട്. തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധങ്ങൾ, ഒപ്പം തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ, തന്ത്രിയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നിർണായകമാവുക? ശ്രുതി, കീർത്തന, ഗുഡ് മോർണിംഗ്. തന്ത്രിയുടെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. ഇന്നിപ്പോൾ ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തന്ത്രിയുടെ അഭിഭാഷകരുടെ നീക്കം. നേരത്തെ പറഞ്ഞതുപോലെ SIT കൃത്യമായ പരിശോധന അല്ലെങ്കിൽ അന്വേഷണം തന്ത്രിക്കെതിരായി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് താൻ ഇടപെട്ടത് എന്നതാണ് തന്ത്രിയുടെ വാദം. ഈ വാദമാണ് തന്ത്രിയുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധം. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നതിൻ്റെ തെളിവുകളടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കാനാണ് വാദിഭാഗം മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത. പോലീസ് മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത. അതിൻ്റെ ഭാഗമായി തന്നെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്ത്രിയുടെയും തന്ത്രിയുടെ കുടുംബത്തിൻ്റെയും സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം, അതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട്. തന്ത്രി ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാട് എടുത്തില്ലായിരുന്നുവെങ്കിൽ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക പാളികളും അതുപോലെ തന്നെ കട്ടിളപ്പാടികളും കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല എന്ന് തന്നെയാണ് അവർ ഉറച്ച സ്റ്റാൻഡിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും നിൽക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ടുള്ള പങ്ക് തന്ത്രിക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്ന വാദം ആവർത്തിക്കുന്നു. ഇനിയിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും. എന്തായാലും ഇന്നാണ് അതിൽ വിധി പറയുന്നത്. ശ്രുതി, ശരി. എന്തായാലും തന്ത്രിയുടെ ജാമ്യ ഹർജി ഒരു ഭാഗത്തുണ്ട്, അതേസമയം ഇ ഡി അന്വേഷണം മറുഭാഗത്ത് പുരോഗമിക്കുക.